നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒമാനിൽ എംപോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒമാൻ നിർമ്മിത സ്കൂൾ ബസുകൾ നിരത്തിലേക്ക്. ചരിത്രവിധിയുമായി ദുബായ് കോടതി. ശമ്പള കുടിശ്ശിക കേസിൽ പണം ക്രിപ്റ്റോ കറൻസിയായി നൽകാം. ഹാർഡ് ഷോൾഡറിലൂടെ ഡ്രൈവിംഗ്, 2 പേർക്ക് പിഴ. റോഡ് നിയമലംഘനങ്ങൾക്ക് കാരണം മറവിയെന്ന് ഡ്രൈവർമാർ. UAE ഫാമിലി വിസ മാനദണ്ഡം ഇനി ശമ്പളം മാത്രം. മാതാപിതാക്കൾക്കൊപ്പം ഓഫീസിൽ ഒരു ദിവസം പദ്ധതിക്ക് തുടക്കം. ഒമാനിൽ എംപോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒമാനിൽ എംപോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. എംപോക്സ് വൈറസിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നതായും ആഗോളതലത്തിൽ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒമാൻ എംപോക്സ് കേസുകളിൽ നിന്നും മുക്തമാണെന്നും സെന്റർ ഫോർ ഡിസീസ് ആൻഡ് പ്രിവെന്റ് ആൻഡ് എമർജൻസി കേസ് മാനേജ്മെന്റ് വിഭാഗം അറിയിച്ചു. എംപോക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സ്ഥിതിഗതികളും ആരോഗ്യ മന്ത്രാലയം നിരന്തരം നിരീക്ഷിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മസ്കറ്റ്. ഒമാൻ നിർമ്മിത സ്കൂൾ ബസുകൾ നിരത്തിലേക്ക്. ഒമാൻ നിർമ്മിത സ്കൂൾ ബസുകൾ നിരത്തിലേക്ക്. പുതിയ അധ്യയന വർഷം മുതൽ ബസുകൾ സ്കൂളുകൾക്ക് ലഭ്യമാക്കി തുടങ്ങും. 5 വർഷത്തിനകം മുഴുവൻ സ്കൂളുകൾക്കും കർവ മോട്ടോഴ്സിന്റെ ഒമാൻ നിർമ്മിത ബസുകൾ ലഭ്യമാക്കുമെന്നും കമ്പനി പ്രസ്താവനയിൽ അറിയിച്ചു. മികച്ച സുരക്ഷാ സംവിധാനങ്ങളും ഉയർന്ന നിലവാരത്തിലുള്ളതുമായ ബസുകളാണ് കർവ മോട്ടോഴ്സ് അവതരിപ്പിച്ചിരിക്കുന്നത്. 23 കുട്ടികൾക്ക് ഒരു ബസ്സിൽ ഒരേ സമയം യാത്ര ചെയ്യാനാകും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മസ്കറ്റ്. ചരിത്രവിധിയുമായി ദുബായ് കോടതി. ശമ്പള കുടിശ്ശിക കേസിൽ പണം ക്രിപ്റ്റോ കറൻസിയായി നൽകാം. ജീവനക്കാരിയുടെ ശമ്പള കുടിശ്ശിക ക്രിപ്റ്റോ കറൻസിയിൽ നൽകാൻ ദുബായ് കോടതി സ്വകാര്യ കമ്പനിക്ക് ഉത്തരവ് നൽകി. ദിർഹത്തിലും ക്രിപ്റ്റോ കറൻസിയിലും ശമ്പളം നൽകുമെന്ന് ജീവനക്കാരിയുമായി ഉണ്ടാക്കിയ കരാർ നടപ്പാക്കാനാണ് കോടതി നിർദ്ദേശിച്ചത്. ശമ്പള കുടിശ്ശിക ലഭിക്കുന്നില്ലെന്ന് പരാതിപ്പെട്ട് ജീവനക്കാരിയാണ് കോടതിയെ സമീപിച്ചത്. സാമ്പത്തിക കേസുകളുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരാളുടെ ശമ്പള കുടിശ്ശിക ക്രിപ്റ്റോ കറൻസിയിൽ നൽകാൻ കോടതി ഉത്തരവിട്ടത്. സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനൊപ്പം പണവുമായി ബന്ധപ്പെട്ട സാങ്കേതികവൽക്കരണത്തെ അംഗീകരിക്കുന്നതുമാണ് കോടതി വിധി. ക്രിപ്റ്റോ കറൻസിയും നിയമസാധുതയുള്ള ശമ്പളമായി ഉത്തരവിലൂടെ കോടതി അംഗീകരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ നിയമ സംവിധാനം അതിന്റെ ഉത്തരവിലൂടെ ക്രിപ്റ്റോ കറൻസിക്ക് സാധുത നൽകുന്നതോടെ കൂടുതൽ കറൻസികൾക്ക് സ്വീകാര്യത ലഭിക്കുമെന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഹാർഡ് ഷോൾഡറിലൂടെ ഡ്രൈവിംഗ്, 2 പേർക്ക് പിഴ. റോഡിലെ ഹാർഡ് ഷോൾഡർ ഭാഗത്തുകൂടി വാഹനമോടിച്ചതിന് ബൈക്കുകാരനും പിക്കപ്പ് ട്രക്ക് ഡ്രൈവർക്കും പോലീസ് പിഴയിട്ടു. വാഹനങ്ങൾ കടന്നുപോകാൻ നിശ്ചയിച്ച സ്ഥലത്തിന് പുറത്ത് വര കഴിഞ്ഞുള്ള ഭാഗമാണ് ഹാർഡ് ഷോൾഡർ. ആംബുലൻസ്, പോലീസ്, ഫയർ ഉൾപ്പെടെ അടിയന്തര സേവനങ്ങൾക്ക് പോകുന്ന വാഹനങ്ങൾക്കുള്ളതാണ് ഈ ഭാഗം. റോഡിൽ ഗതാഗതക്കുരുക്കുണ്ടാകുമ്പോൾ ബൈക്കുകാരും ചെറിയ വാഹനങ്ങളും ഹാർഡ് ഷോൾഡറിലൂടെ വാഹനമോടിക്കാറുണ്ട്. ക്യാമറയിൽ കുടുങ്ങിയ നിയമലംഘനത്തിന്റെ ചിത്രം പോലീസ് പുറത്തുവിട്ടു. 6 ബ്ലാക്ക് പോയിന്റും 1000 ദിർഹം പിഴയുമാണ് ശിക്ഷ. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. റോഡ് നിയമലംഘനങ്ങൾക്ക് കാരണം മറവിയെന്ന് ഡ്രൈവർമാർ. മറവി കാരണം പ്രധാനമായും 5 നിയമലംഘനങ്ങളാണ് ഡ്രൈവർമാർ ചെയ്യുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം. സീറ്റ് ബെൽറ്റ് ഇടാൻ മറക്കുക, ഇയർഫോൺ ഉപയോഗിക്കാതെയുള്ള ഫോൺ വിളി, വാഹനം തിരിക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടാൻ മറക്കുന്നത്, രാത്രിയിൽ ഹെഡ്ലൈറ്റ് ഓണാക്കാൻ മറക്കുന്നത്, സ്റ്റോപ്പ് ബോർഡ് തുറന്നു വെച്ച സ്കൂൾ ബസ്സുകൾ കണ്ടിട്ടും നിർത്താതെ പോകുന്നത് എന്നിവയാണ് ആ നിയമലംഘനങ്ങൾ. ഈ കുറ്റങ്ങളെല്ലാം മറവി കൊണ്ട് സംഭവിച്ചതാണെന്നാണ് ഡ്രൈവർമാർ പറയുന്നത്. സ്കൂൾ ബസ്സിലെ സ്റ്റോപ്പ് ബോർഡ് കണ്ടിട്ടും മറികടന്നാൽ 1000 ദിർഹമാണ് പിഴ. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. UAE ഫാമിലി വിസ മാനദണ്ഡം ഇനി ശമ്പളം മാത്രം. തൊഴിൽ മേഖല, തസ്തിക എന്നിവ പരിഗണിക്കാതെ അപേക്ഷകരുടെ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ ഫാമിലി വിസ അനുവദിക്കാൻ UAE തീരുമാനിച്ചു. 3000 ദിർഹം മാസ ശമ്പളവും താമസ സൗകര്യവുമുള്ള ആർക്കും ഇനി കുടുംബത്തെ എത്തിക്കാം. താമസ സൗകര്യത്തിന്റെ ചെലവ് സ്പോൺസർ വഹിക്കണം. 4000 ദിർഹം ശമ്പളമുള്ളവർക്ക് താമസ സൗകര്യമുണ്ടെങ്കിൽ സ്പോൺസറുടെ സഹായമില്ലാതെ കുടുംബത്തെ എത്തിക്കാം. താൽക്കാലിക വിസയിൽ എത്തിയവരെ സ്ഥിരം ആശ്രിത വിസയിലേക്ക് മാറ്റുമ്പോൾ കുടുംബം രാജ്യത്തെത്തിയ ദിവസം മുതൽ
2 മാസത്തിനകം സ്പോൺസർഷിപ്പ് മാറ്റത്തിനുള്ള നടപടികൾ പൂർത്തിയാക്കണം. കുടുംബനാഥന്റെ വിസ കാലാവധി വരെ കുടുംബത്തിനും രാജ്യത്തു കഴിയാം. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വിസ നടപടികൾ പൂർത്തിയാക്കാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധം. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. മാതാപിതാക്കൾക്കൊപ്പം ഓഫീസിൽ ഒരു ദിവസം പദ്ധതിക്ക് തുടക്കം. അച്ഛനും അമ്മയും ഓഫീസിൽ എന്തു ചെയ്യുകയാകും? ഓഫീസിൽ തിരക്കാണെന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? കുട്ടികളുടെ ഈ ചോദ്യത്തിനെല്ലാം മറുപടി നേരിട്ട് കിട്ടാൻ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും മാതാപിതാക്കൾക്കൊപ്പം ഓഫീസിൽ പോകണം. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ആണ് കുട്ടികൾക്ക് മാതാപിതാക്കളുടെ ജോലിസ്ഥലം അടുത്തറിയാനും കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാനും അവസരമൊരുക്കിയത്. മാതാപിതാക്കൾക്കൊപ്പം ഒരു ദിവസം എന്ന പദ്ധതിയിലൂടെ കുട്ടികൾക്ക് മാതാപിതാക്കളുടെ ജോലി സ്ഥലങ്ങളിൽ ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കാനും അവരുടെ ജോലിയും ഉത്തരവാദിത്തങ്ങളും മനസ്സിലാക്കാനും അവസരം ലഭിക്കും. പദ്ധതിയുടെ ഭാഗമായി ജീവനക്കാരുടെ 6 മുതൽ 16 ഇടയിൽ പ്രായമുള്ള 100 കുട്ടികളെ തിരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.